കാർബോഹൈഡ്രേറ്റ് അല്ല മനുഷ്യന്റെ ഭക്ഷണം എന്നല്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ? എല്ലാവരും ഓർത്തിട്ടുണ്ടാവും ഇവരെന്ത് മണ്ടത്തര പറയുന്നതെന്ന് അല്ലേ? എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും പ്രകൃതി ഒരു ഭക്ഷണ രീതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എവറി ലിവിങ് ഓർഗാനിസം ഒരു ഫുഡ് പാറ്റേൺ ഉണ്ട്. അതിനു മുമ്പ് നിങ്ങൾ അറിയണം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന്. രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, നമുക്ക് റിപ്പയർ ആൻഡ് ഗ്രോത്ത്, നമ്മുടെ ബോഡി റിപ്പയറും ഗ്രോവും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പശുവിനും പുലിനെയും എടുത്തോ. പശു എന്താ തിന്നുന്നു? പശു പുല്ലാണ് തിന്നുന്നത്. പശുവിന് എനർജി കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പുലി മീറ്റാണ് കഴിക്കുന്നത്, അവർക്ക് എനർജി കിട്ടുന്നുണ്ടോ? ഉണ്ട്. അവർക്ക് റിപ്പയർ ആൻഡ് ഗ്രോത്ത് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, ഉണ്ട്. ഇത് പശുവിന്റെ ഫുഡ് നിങ്ങൾ പുലിക്ക് കൊടുത്തോ? തിന്നോ? ഇല്ല. പുലിന്റെ മീറ്റ് നിങ്ങൾ പശു കൊടുത്തില്ല. കാരണം പ്രകൃതി ഒരു ഭക്ഷണ രീതി ഉണ്ട്, അവർക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി മനുഷ്യരിലേക്ക് വരാം. മനുഷ്യൻ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞോ കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. കാപ്സിന് എടുത്ത് എനർജി കിട്ടുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? റിപ്പയർ ആൻഡ് ഗ്രോത്ത് നടക്കുന്നുണ്ടോ? ഇല്ല. വൈ? കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനും കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാറ്റ് ആയിട്ടാണ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടാണ്. നമ്മുടെ ബോഡിയുടെ റിപ്പയർ നടക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടല്ല, പ്രോട്ടീനാണ്, ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ ആയിട്ടാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ പ്രോട്ടീൻ നിങ്ങൾക്ക് കാണിച്ചാൽ പറ്റുമോ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ കാർബ്സ് ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇല്ല. എന്തുകൊണ്ടാ വെച്ചാൽ പ്രകൃതി നമുക്ക് തന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് അല്ല. ഇതിന് വലിയ ഉദാഹരണം നിങ്ങൾക്ക് വേറെ എന്താ വേണ്ടത്? അപ്പൊ നിങ്ങൾ പറയും ഈ ചോറും ഡാലും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, കിട്ടില്ല. കാരണം എന്താ അറിയോ? കാരണം അന്ന് ചോറും ഇതൊന്നും ഒരുത്തണ്ടായിരുന്നു 6 പാക്ക് വാങ്ങിച്ചു, ഞാൻ ചോറ് കഴിച്ചാൽ 6 പാക്ക്, അതിന് കൂടെ ബ്രോക്കോളിയോ കാണിക്കുന്നത്. ഈ ബ്രോക്കോളി സാധനം 90% ഭക്ഷണം ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചതാ. അന്ന് നമുക്ക് പറയുന്നത് വളരെ ചുരുങ്ങിയ അളവിലാണ് നമുക്ക് കിട്ടുക. അതും വളരെ നമുക്ക് കിട്ടാറില്ല. ഇനി നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ പലപ്പോഴും ഫാറ്റ് ഒഴിവാക്കുന്ന ഫാറ്റ് 9 കലോറിയാണെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പറഞ്ഞില്ലേ എന്തിനാണ് ഫാറ്റ്? നമുക്ക് പ്രകൃതി 9 കലോറി തന്നത്. വെറുതെ ഒരു നമ്പർ ഇട്ടതല്ല അവിടെ. നിങ്ങൾ ഈ പശുവിനെയും പുലിനെയും തന്നെ എടുത്തോ. പുലി എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുക? കാരണം പ്രകൃതിയിൽ അത്രയും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നമുക്ക് പശുവിന് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? പച്ചപ്പായിട്ടും പുല്ലായിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവർക്ക് എനർജി കുറച്ച് മതി. അപ്പൊ 4 കലോറി കാർബോഹൈഡ്രേറ്റിന് ആവശ്യമുള്ള അവർക്ക് ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെയാണോ പുലിയും സിംഹം എന്നൊക്കെ പറയുന്നത്? അവർ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 6, 7, 8 പ്രാവശ്യം ചെയ്യുമ്പോഴാണ്. കാരണം അവർ അത്ര 6-8 പ്രാവശ്യം അവർ അത്ര അധ്വാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്ര എനർജി വേണം. 9 കലോറി എനർജി ആണ്. ഇനി പോട്ടെ, ഇനി ATPന്റെ കാര്യം പറ്റും. എല്ലാ മണ്ടന്മാരും പറയുന്നില്ല കാർബോഹൈഡ്രേറ്റിന്റെ ആൾക്കാർ നമുക്ക് എനർജി ഏറ്റവും കൂടുതൽ തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി ATP എടുത്തോ. കാർബോഹൈഡ്രേറ്റ് എന്ന് കിട്ടുന്നത് 36 ATP ആ. ഫാറ്റ് എന്ന് കിട്ടുന്ന എത്ര നിങ്ങൾക്കറിയോ? 147 ATP. ഡബിൾ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതിക്കാരാ നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുള്ളൂ. ഈ മനുഷ്യന്റെ ഇതിലേക്ക് വരാം. എടുത്തോ. മനുഷ്യന്റെ ഹണ്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സക്സസ് ആണ്. ഒരു 3-4 പ്രാവശ്യം ഹണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഇനിയും പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് 9 കലോറി അവിടെ കൊടുത്തതെന്ന് പറഞ്ഞുതരാം. മനുഷ്യൻ അത് ചില സമയങ്ങളിൽ സ്റ്റാർവിംഗിലായിരിക്കും, ഫുഡ് കിട്ടില്ല, പട്ടിണി കിടക്കലായിരിക്കും. ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് എന്ത് കിട്ടുക? അവർക്ക് ഇരേനെ കിട്ടുക. അപ്പൊ അവർ ഡയറക്റ്റ് പോയി തിന്നുന്ന സമയത്ത് അവർക്ക് പ്രോട്ടീൻ സ്പെയർ ചെയ്ത് പോകരുത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് അവർ റിപ്പയർ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോട്ടീൻ 4 കലോറി, ഫാറ്റ് 4 കലോറി എടുത്തെന്ന് പ്രകൃതി തന്നെന്ന് വിചാരിച്ചോ? ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ എനർജിക്ക് വേണ്ടി പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രകൃതിയാൽ തന്നതാണ് ഈ ഫാറ്റിന് 9 കലോറി ഡബിൾ കൊടുത്തത്. കാരണം ഫാറ്റ് എന്ന് പറഞ്ഞാൽ എനർജി മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ റിപ്പയർ ആൻഡ് ഗ്രോത്തിന് പോകാനും വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഈ ഫാറ്റ് 9 കലോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റിന് സ്വീകരിക്കാൻ തുടങ്ങി. കാബ്സ് അല്ല വില്ലെന്ന് പറഞ്ഞ് പിന്നെയും പറയാം കാബ്സ് എടുക്കുന്നുണ്ടല്ല. നിങ്ങൾ മനുഷ്യൻ പ്രകൃതി എന്ന ഭക്ഷണ രീതി മാറ്റിയിട്ട് മനുഷ്യനാണ് ഒരു ഇന്റലിജന്റ് മനുഷ്യനായിട്ട് ഒരു ഭക്ഷണ രീതി ഉണ്ടാക്കി. അതിന് കമ്പൈൻ ഫാറ്റും കാബ്സും കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞില്ലേ? പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, ബ്രെഡ്സ്. ഇന്ന് കാണുന്ന അസുഖങ്ങളൊക്കെ വരാൻ കാരണം അതുകൊണ്ടാണ്. ഇന്ന് കാണുന്ന തൈറോയ്ഡ്, PCOD, കൊളസ്ട്രോള്, BP, ഷുഗർ, ഹാർട്ട് അറ്റാക്ക്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. നിങ്ങൾ പ്രകൃതി തന്ന ഭക്ഷണ രീതി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. 90% നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു വരും. പലപ്പോഴും പറയാറില്ലേ ഈ ഫാറ്റിന് അനുസരിച്ചാണ് കലോറി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? ഈ പണ്ടത്തെ ആൾക്കാർ അല്ലെ പണ്ടത്തെ മൃഗങ്ങളോ പശുവോ ഒന്നും കലോറി കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല കഴിക്കാറ് ആണോ? നമ്മൾ പോലും കലോറി കാൽക്കുലേറ്റ് ഇപ്പോഴല്ലേ കലോറി കണ്ടുപിടിച്ച്. അതിന് മുമ്പ് മൈറ്റോകോൺട്രിയ നമ്മുടെ ബോഡി നിറയെ സൂപ്പർമാനെ പോലെയാ. ബോഡിക്കറിയാം ആവശ്യമുള്ള ഭക്ഷണം കഴിക്കും, വയറ് നിറഞ്ഞാൽ നിർത്തും. ഇപ്പൊ പുലി നിങ്ങൾ കണ്ടില്ലേ? അവർ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞാൽ അവർ നിർത്തി. അടുത്ത വിശക്കുമ്പോഴാണ് അവർ ഹണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് പശുവിനും ആയിക്കോട്ടെ അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും ഇപ്പൊ പശുവിനെ കൂട്ടം എടുക്കാൻ എല്ലാ പശുക്കളും കാണാൻ ഒരുപോലെ ഉള്ളത്, എല്ലാം പുലിന് കാണാൻ ഒരുപോലെ ഉള്ളത്, എല്ലാ ആനയും കാണാൻ ഒരുപോലെ ഉള്ളത്. മനുഷ്യൻ മാത്രം 10 ആളും 10 സൈസിൽ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ മനുഷ്യൻ മാറി വ്യതിചലിച്ച്. ഇനി ഇതിനെക്കാട്ടി നല്ല രീതിയിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.